പെസഹ എന്നത് ഇസ്രായേൽ മക്കളെ മോചിപ്പിച്ച സംഭവത്തെ ഓർക്കുന്ന ഉത്സവമാണ്. മരണം യഹൂദരുടെ വീടുകൾ കടന്നുപോയതിന്റെ സ്മരണയാണ് ഇത്. യേശുവിന്റെ പെസഹ ദിവ്യകാരുണ്യത്തിന്റെ സ്ഥാപനമാണ്. പഴയ നിയമ പെസഹായുടെ പശ്ചാത്തലത്തിലാണ് യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം അന്ത്യഭോജനം കഴിച്ചത്. അപ്പോഴാണ് ഈശോ അപ്പമെടുത്ത് തന്റെ ശരീരമാക്കി, വീഞ്ഞെടുത്ത് തന്റെ രക്തമാക്കി നമുക്ക് നൽകിയത്. ഇത് ദിവ്യകാരുണ്യത്തിന്റെ സ്ഥാപനം കൂടിയാണ്. ഇങ്ങനെ പഴയ നിയമത്തിലെ പെസഹായിൽ നിന്നുള്ള രക്ഷാസ്മരണ പുതിയ നിയമത്തിൽ യേശുവിന്റെ ആത്മത്യാഗത്തിലേക്ക് പുനർവ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഇന്ന് കത്തോലിക്കർ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഭക്ത്യാദരവോടെ അണയുന്ന ദിവസം. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദിവ്യകാരുണ്യത്തെ അതിയായി സ്നേഹിച്ച കാർലോ അക്യൂട്ടിസിനെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. 15 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ദിവ്യകാരുണ്യ ഭക്തൻ. വിശുദ്ധിയിലേക്കുള്ള തന്റെ യാത്ര പ്രായത്തിന്റെയും കാലത്തിന്റെയും പരിധികളിലേക്ക് ഒതുങ്ങാത്തതാണെന്ന് തെളിയിച്ച കാർലോ അക്യൂട്ടിസ് 7-ാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച നിമിഷം മുതൽ യേശുവിന്റെ സാന്നിധ്യം തേടി ഓരോ ദിവസവും വിശുദ്ധ കുർബാനയുടെ സ്നേഹപൂരിതമായ ആഴത്തിൽ മുങ്ങിയ ജീവിതം. വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള എന്റെ പാതയാണ് എന്ന ബാലവാക്യം കാർലോയുടെ ആത്മീയ ദൗത്യത്തെ മാത്രം വ്യക്തമാക്കുന്നില്ല, അതൊരു ലോക തത്വവും കൂടിയായി മാറുന്നു. വിശുദ്ധ യോഹന്നാനെ പോലെ യേശുവിന്റെ ഹൃദയത്തിനടുത്ത് വിശ്രമിക്കുവാൻ ആഗ്രഹിച്ച ഈ ബാലൻ നമ്മെ ഒരുമിച്ച് ദൈവസ്നേഹത്തിന്റെ രഹസ്യത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. കാർലോ പറയും, നമ്മളെല്ലാവരും വിശുദ്ധരാകാനുള്ള കഴിവോടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ദൈവം നമ്മെ നന്മയും തിന്മയും ചെയ്യുവാൻ സ്വതന്ത്രരാക്കി. പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ സ്ലിഹായുടെ മാതൃക പിന്തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം വിശുദ്ധ യോഹന്നാനെ പോലെ യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാവുക എന്നതിന്റെ അർത്ഥം എന്താണ് എന്നും കാർലോ പറയുന്നുണ്ട്. സ്നേഹത്തിന്റെ 3 വഴികളിലൂടെ യേശു യോഹന്നാനെ താനുമായുള്ള സൗഹൃദത്തിലേക്ക് ആകർഷിച്ചു. ആദ്യത്തേത് യേശു അവസാന അത്താഴത്തിൽ യോഹന്നാനെ തന്റെ തിരുഹൃദയത്തിന് സമീപം വിശ്രമിക്കുവാൻ അനുവദിച്ചതാണ്. രണ്ടാമത്തേത് കുരിശിന്റെ ചുവട്ടിൽ യേശു യോഹന്നാനെ തന്റെ അമ്മയ്ക്ക് നൽകുന്നതാണ്. ഒടുവിൽ യോഹന്നാന്റെ സ്നേഹം പൂർണ്ണമാകുന്നതിന് യേശു അവന്റെ ജീവിതത്തിൽ സഹനങ്ങൾ നൽകുന്നു. കാർലോയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ യോഹന്നാനോടും ഒപ്പം ആയിരിക്കാനുള്ള ഒരു അവസരമായാണ് കാണുന്നത്. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ രഹസ്യം എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതും സമീപിക്കാവുന്നതുമാക്കി മാറ്റിക്കൊണ്ട് ദിവ്യകാരുണ്യത്തിൽ യേശുവിനോടുള്ള തന്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ കാർലോ ആഗ്രഹിച്ചു. ദിവ്യകാരുണ്യത്തിലെ യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തിന്റെ സത്യം ജനങ്ങളുടെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹം കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചുള്ള തന്റെ അറിവ് ഉപയോഗിച്ചു. ഇന്റർനെറ്റിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പട്ടിക തയ്യാറാക്കി ലോകമെമ്പാടും കാണുന്നതിനായി അവയെക്കുറിച്ചുള്ള ചരിത്രപരമായ രേഖകളും ശാസ്ത്രീയ വിശകലനവും പ്രദർശിപ്പിച്ചു. ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നമ്മെ യേശുവിന്റെ മാംസരക്തങ്ങളുടെയും കുരിശിലെ ത്യാഗത്തിന്റെയും യഥാർത്ഥവും നിഗൂഢവുമായ സാന്നിധ്യത്തിലേക്കും നയിക്കുന്നു. പെസഹ എന്നത് അവസാന അത്താഴത്തിന്റെ ഓർമ്മയാണ്. അവിടെ ദൈവമകൻ തന്നെ തന്നെ സ്വയം സമർപ്പിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ കാർലോ അക്യൂട്ടിസ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. തുടക്കം മുതൽ ഈശോയുടെ തിരുഹൃദയത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്ന കാർലോ വിശുദ്ധ കുർബാന വെറും ഒരു അനുഷ്ഠാനമല്ല, യേശുവിന്റെ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ജീവിക്കലാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാർലോയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധിയിലേക്ക് എത്തുവാൻ പ്രായം ഒരു തടസ്സമല്ല, സാങ്കേതികത ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കാം. കുരിശിന്റെ വേദനയെയും സ്നേഹത്തിലേക്ക് ഉയർത്താമെന്ന പെസഹായുടെ സന്ദേശം കാർലോ ഓർമ്മിപ്പിക്കുന്നുണ്ട്.